കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഈ ക്രിസ്തുമസ് സീസണിൽ നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഹോദരവർഗങ്ങൾ വിവിധ നിലകളിൽ മത തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടുകയും അതിനോട് പ്രതികരിക്കാതെ മൗനമായി നിന്ന് ആക്രമം സഹിക്കുകയും ചെയ്യുന്ന വളരെ വേദനാജനകമായ കാഴ്ച. വാസ്തവത്തിൽ ഈ ക്രിസ്തുമസിന്റെ ഭംഗി കുറച്ചു എന്നത് ഞാൻ വേദനയോട് പറയുകയാണ്. ഞാൻ ഈ ക്രിസ്തുമസ് യാതൊരു നിലയിലും ആഘോഷിച്ചില്ല. ഒരു സ്പെഷ്യാലിറ്റിയും എനിക്കില്ലായിരുന്നു. കാരണം ദൈവരാജ്യത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും അത് ഏത് സഭാവിഭാഗമായാലും കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണോ അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്, അത് കാണുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യം. അതുകൊണ്ട് ഈ പ്രാവശ്യം ക്രിസ്തുമസ് ഞാൻ ആഘോഷങ്ങളില്ലാതെ അവസാനിപ്പിച്ച് ശാന്തമായിട്ട് എൻ്റെ മുറിയിൽ വന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില ചിന്തകൾ, ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായ വിശുദ്ധ ബൈബിളിലെ ചില സത്യങ്ങൾ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ദിനംപ്രതി അക്രമങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. മിഷണറിമാരായി, പാസ്റ്റർമാരായി വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം സഹോദരന്മാർ നമുക്ക് ഭാരതത്തിലുണ്ട്. ആശയങ്ങൾക്ക് വ്യത്യാസം കാണും, അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം കാണും, പക്ഷെ നമ്മൾ സഹോദരങ്ങളാണ്. ഉപദേശങ്ങൾക്ക് വ്യത്യാസം കാണും, സഭ പേരുകൾക്കും സംഘടനയുടെ പേരുകൾക്കും വ്യത്യാസം കാണും, പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്, പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് മാനുഷികമായ വേദനകൾ നമുക്കുണ്ടാവും. എന്തുകൊണ്ട് ഇവർ റെസിസ്റ്റ് ചെയ്യുന്നു? ഒരുപക്ഷെ ഞാൻ ഒരു മിഷണറിയായി അവിടെ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഒരുപക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവർ പോകുന്നതായ വഴിയിലൂടെ, ആ കഠിനമായ വേദനയിലൂടെ എനിക്കവിടെ സഹിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിട്ടില്ല. പക്ഷെ അതും സഹിച്ച്, വേദന സഹിച്ച്, ഉപദ്രവം സഹിച്ച്, ഭീഷണി സഹിച്ച് വീണ്ടും അവിടെ തുടരുന്ന എല്ലാ വിശുദ്ധന്മാർക്കും, കർത്താവിൻ്റെ വേലക്കാർക്കും ഞാൻ എൻ്റെ സ്നേഹം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. കർത്താവ്, ഞാൻ ആ ഒറീസയിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നേരത്തെ ഞാൻ പെട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ വന്നേനെയായിരുന്നു. നിങ്ങൾ അത് ഭീരുത്വമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാനുള്ള സത്യസന്ധമായ കാര്യം പറയാം. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതും ഇപ്പോഴും തുടങ്ങി. ഈ ബാധ പിടിച്ചവരുടെ അഹങ്കാരങ്ങൾ നമ്മുടെ കേരളത്തിലും ആരംഭിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ക്രിസ്ത്യാനികൾ വളരെ വൈസായിരിക്കണം എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ സമാധാനമുള്ള, ഒരു പ്രശ്നമില്ലാത്ത, സാഹോദര്യമുള്ള ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ വേദനയിൽ, പ്രതിസന്ധിയിൽ, സഹിക്കാൻ പറ്റാത്ത ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ആ അക്രമം കാണുമ്പോൾ, ആ വൃത്തികെട്ട മൃഗങ്ങൾ ക്രിസ്തീയ സഭയിലെ വിശ്വാസികളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിയായ വേദനയുണ്ട്. ഞാനെന്താ ആ പദം ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, മൃഗം എന്ന് ഞാനല്ല ആദ്യം ഉപയോഗിച്ചത്, ദൈവത്തിന്റെ വചനത്തിൽ തന്നെ. അതിന് അത്യാവശ്യം ആർക്കെങ്കിലും തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഒരു പ്രധാന വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താനായി സന്ദർഭത്തോട് ബന്ധത്തിൽ, അത് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നു, അതായത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ഇസ്രായേലിനോട് പറഞ്ഞത്, നിങ്ങൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേത് തിരിച്ചു കാണിക്കും. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കാം. നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകും. അപ്പം ഈ വാക്യങ്ങൾ വായിച്ചാൽ, നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേത് കാണിക്കാം. ഈ ഒരു വാക്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ക്രൈസ്തവന്റെ ഇടയിൽ
വളരെ 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 സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആരെന്തോ ചെയ്താലും, ഏത് പേപ്പട്ടി വന്ന് എന്ത് ചെയ്താലും ഒന്നും ചെയ്യണ്ട, ചുമ്മാ തിന്ന് കടി കൊണ്ടോ എന്നൊരർത്ഥത്തിൽ ഈ വാക്യത്തെ തെറ്റായിട്ട് നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ പഠിപ്പിക്കപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഡിസ്ക്ലൈമർ പറയട്ടെ. നിങ്ങളെല്ലാവരും അടിച്ചാൽ തിരിച്ചടിക്കണം എന്ന് പറയാനല്ല ഞാൻ വന്നേ. യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ സുവിശേഷത്തിന് അയക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി നിങ്ങൾ പുറപ്പെട്ടു പോകണം, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം കേൾക്കാത്തവരെ നടുവിലേക്ക് വിട്ടപ്പോൾ അവർക്കിട്ട പേര് ചെന്നായി എന്നാണ്. ഇത് ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ക്രിസ്ത്യാനി ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദൈവ പൈതൽ ഒരൊറ്റ വ്യക്തിയെ ഭയപ്പെടാൻ പാടില്ല. ദൈവരാജ്യത്തിന്റെ പൗരൻ ആരെയും ഭയപ്പെടരുത്. നമ്മൾ മായത്താഴ്മ കാണിക്കരുത്. അയ്യോ ഞാൻ പാവം. നോ, വി ആർ ഗോഡ്സ് ചിൽഡ്രൻസ്. വി ആർ ദ സൺസ് ഓഫ് ഗോഡ്. ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മുടെ കയ്യിൽ ആയുധം എടുത്തുകൊണ്ട് ആളുകളെടുത്ത് ഉപദ്രവിക്കാൻ പോകുമെന്നല്ല. വയലൻസ് അല്ല ഞാൻ പറഞ്ഞത്. വി ഹാവ് ദ റൈറ്റ്സ് ബിക്കോസ് വി ആർ ലിവിങ് in the kingdom of God. We are the heavenly people. We are the sons of the living God. Whatever may be Catholic, Orthodox, Evangelical, Pentecostal, Lutheran Mission, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഈ വാക്യം ഒരുപാട് പേരെ സത്യം നിന്നങ്ങ് അടികൊള്ളു. സ്തോത്രം. എന്താടോ അടികൊണ്ടെന്ന് ചോദിച്ചാൽ പറയും, അത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, വലതേ കന്നത്ത് അടിക്കുന്നവന് ഇടത് കാണിച്ചു കൊടുക്കും. താങ്കൾ ഇതാരാ പഠിപ്പിച്ചത്? പഠിപ്പിച്ചത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും അച്ഛനും ഒക്കെ പഠിപ്പിച്ചത്. അപ്പൊ നിന്നങ്ങ് കൊള്ളണം. വീട്ടിലൊരുത്തം കയറി ആക്രമിക്കുകയാണ്, സ്വന്തം ഭാര്യയും മക്കളെ അമ്മയും ഒക്കെ ഉപദ്രവിക്കാൻ വരിക. എന്തുവാ? നിന്ന് അടി കൊള്ളണം. ഇതല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യേശു ക്രിസ്തു മുൻപോട്ട് കൊണ്ടുവന്ന മാർഗം ഒരു ബലഹീനന്മാരായ, മന്ദബുദ്ധികളായ, റെസിസ്റ്റിംഗ് പവർ ഇല്ലാത്ത, പ്രതികരണ ശേഷിയില്ലാത്ത ഒരു മനുഷ്യരുടെ കൂട്ടമല്ല ദൈവരാജ്യത്തിലെ പൗരന്മാർ. ഭാരത രാജ്യത്തിൽ ഏറ്റവും അധികമായി അഭിമാനത്തോടെ തല ഉയർത്തി, ഏറ്റവും സംസ്കാര സമ്പന്നരായി, ഏറ്റവും നീതിയുള്ളവരായി, ജസ്റ്റിസ് ഉള്ളവരായി, റൈച്ചസ്നെസ് ഉള്ളവരായി, നേർജീവിതത്തിന്റെ മാതൃകകളായി തുടരേണ്ടവരാണ് എല്ലാ ക്രിസ്ത്യാനി. പക്ഷെ ക്രിസ്ത്യാനിക്ക് പറ്റിയ അബദ്ധം എവിടെയോ ഭയപ്പെടുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു മാനസിക രോഗി. അവന് മലയാളിയായ ഒരു പാവപ്പെട്ട ദൈവദാസൻ. ആ ദൈവദാസന്റെ മുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് സങ്കടം വന്നു, കരച്ചിൽ വന്നു. അദ്ദേഹം മൗനമായിട്ട് നിൽക്കുക. കഷ്ടം. ഇല്ല, നമ്മൾ യെശയ്യാവിന്റെ പറയുന്ന 53 വായിക്കുന്ന പോലെ, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിനുള്ള മുമ്പാകം മിണ്ടാതെ നിൽക്കുന്ന ആ ആടിനെ പോലെ മൗനമായിട്ട് നിൽക്കുക. ആ പ്രാന്തൻ, മാനസിക രോഗിയായവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതിനാരൊക്കെ മറുപടി കൊടുക്കുന്നു. ശരി, ഓക്കെ, ലിവ് ഇറ്റ്. ഞാൻ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമെന്നോ അദ്ദേഹത്തെ പുറത്താക്കണമെന്നല്ല പറഞ്ഞത്. വി ആർ ഗോഡ്സ് പീപ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ദാറ്റ്. പെന്റക്കോസ്റ്റൽസിനോട് ഞാൻ പറയാം, വെറും മന്ദബുദ്ധികളാവരുത്. അവകാശമുള്ളിടത്ത് അവകാശമുണ്ട്, നിയമമുള്ളിടത്ത് നിയമമുണ്ട്, ജസ്റ്റിസ് ഉള്ളിടത്ത് ജസ്റ്റിസ് ഉണ്ട്. ഈ ലോകത്തിന്റെ വെളിച്ചങ്ങളാ നിങ്ങൾ. ഒരുത്തൻ വീട്ടിൽ കയറി തല്ലാൻ വന്നാൽ ഫോർ വാട്ട് പർപ്പസ്? എന്തിനടികൊള്ളണം? അടികൊള്ളേണ്ട സ്ഥാനത്ത് അടികൊള്ളണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്ത് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ അവർ ആഞ്ഞടിച്ചു മൗനമായിട്ട്. അവർ തിരിച്ചു ചോദിച്ചെന്താ? നിങ്ങൾ എന്നെ അടിക്കുന്നത് എന്ത്? അല്ല കുഴപ്പമില്ല, ഒരു വശത്ത് അടിച്ചിരുന്നു, തിരിച്ചടിച്ചു എന്നാണ് യേശു പറഞ്ഞു.
തിരിച്ചു ചോദിക്കുക, വായ് ചുമ്മാ അടികൊള്ളേണ്ട ആവശ്യം, ഒരു ക്രിസ്ത്യാനിയും ചുമ്മാ അടികൊള്ളേണ്ട ആവശ്യമില്ല. ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതലും കാരണം കൂടാതെ ഉപദ്രവിക്കപ്പെടേണ്ട ആവശ്യമില്ല. അത് 1-ാമത്തെ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു യഹൂദന്മാരിൽ. ഇന്ന് ഒരു ദൈവ പൈതലിനും അതിന്റെ ആവശ്യമില്ല. നിന്നെ ഒരുത്തൻ തല്ലാൻ വന്ന എന്തിനാടാന്ന് ചോദിക്കാനുള്ള അധികാരം നിനക്കുണ്ടാവണം. നിന്റെ പെൺകുട്ടിയോ നിന്റെ ഭാര്യയോ നിന്റെ അമ്മയോ ഒരുത്തൻ ഉപദ്രവിക്കാൻ വന്ന സ്തോത്രം അല്ലേലിയാൻ പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. നിനക്ക് എന്തൊക്കെയാണോ ആ സമയത്ത് ബുദ്ധിയോടെ ചെയ്യാൻ, ദൈവത്തിന്റെ കൃപയോടെ, വയലൻസ് അല്ല ഞാൻ പറഞ്ഞത്, ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തിരിക്കണം. അല്ലാതെ എൻ്റെ വലത്തെ കന്നത്ത് അടിച്ചു ഇടത്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള, ഒരു റെസിസ്റ്റിംഗ് പവറും ഇല്ലാത്ത, ഒരു റെസ്പോൺസ് ഇല്ലാത്ത ഒരാളായിട്ട് പോകരുത്. അത്രയ്ക്കും അതമ്പതിച്ചവരുടെ കൂട്ടമല്ല ക്രൈസ്തവൻ. അത് മനസ്സിലാക്കാതെ ഈ തെരുവ് നായികൾക്ക് വന്ന് കടിച്ച് കീറാനുള്ളതാണോ യേശുവിന്റെ മക്കൾ? അവരാണോ ക്രിസ്ത്യാനികൾ? അവരാണോ ദൈവത്തിന്റെ ആളുകൾ? അവരാണോ നമ്മുടെ സഹോദരവർഗങ്ങൾ? അപ്പൊ നിയമത്തിന്റെ വഴിയിലേക്ക് പോകണം. ജസ്റ്റിസിന്റെ ഭാഗത്തേക്ക് പോകണം. ഇതിനെതിരെ സംസാരിക്കാൻ ദൈവത്തിന്റെ ജനങ്ങൾ ഉണ്ടാകണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദ്രോഹവും ഒരു ഉപദ്രവവും സഹിക്കാത്ത കുറെ ചേട്ടന്മാർ നമ്മുടെ തലപ്പത്തിരിപ്പുണ്ട്. BMW കാറിലും ബെൻസിലും ഒക്കെ കയറി ഇറങ്ങി വിമാനത്തിൽ യാത്ര ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവനെയൊക്കെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് ഈ സാധുക്കൾക്ക് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടി പോരാടാൻ പറയണം, സംസാരിക്കാൻ പറയണം. ഭാരതം എന്ന രാജ്യം, ഏത് രാജ്യമായിക്കോട്ടെ, വാട്ട് എവർ മേ ബി, ഉപദ്രവം ഇല്ലാതിരിക്കില്ല. ക്രിസ്ത്യാനിക്ക് ഉപദ്രവം ഉണ്ട്, സത്യം സംസാരിക്കുന്ന ഉപദ്രവമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഉപദ്രവം എന്ന് പറയുന്നത് മിടുക്കിന്റെ ലക്ഷണമല്ല. യേശുക്രിസ്തു ഒരിക്കൽ തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എന്തോ ഈ സൗമ്യത എന്ന് പറയുന്നത്? നിങ്ങൾ അതിന് ഗ്രീക്ക് വാക്കിൽ, ഞാൻ ഈ ഗ്രീക്കും ഹീബ്രു ഒക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങ് മുഷിപ്പിക്കല്ല കേട്ടോ, ഗ്രീക്ക് ഭാഷയിൽ ആ വാക്കെടുത്ത് ഒന്ന് പഠിച്ചു നോക്കി. അതിന്റെ അർത്ഥം, ഈ യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തിയേക്കുന്ന ഒരു കുതിര, ആ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടിട്ട് ഒരു പടയാളി അതിന്റെ പുറത്ത് കയറി ആ കടിഞ്ഞാണ് കൊണ്ട് കരുത്തനായ കുതിരയെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ പേരാണ് സൗമ്യത. മനസ്സിലായോ? സൗമ്യത എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ ആരും അല്ലേ, എനിക്ക് ആരുമില്ലേ, ഞങ്ങൾ പാവങ്ങളാണ് എന്ന് പറയുന്നതല്ല സൗമ്യത. യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കരുത്തനായ കുതിരയാണ്. ആ കുതിരയെ ഒരു കടിഞ്ഞാട് കൊണ്ട് കൺട്രോൾ ചെയ്യുക. അങ്ങനെ കടിഞ്ഞാണ് കൊണ്ട് കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന കുതിരയ്ക്ക് പറയുന്ന പേരാണ് സൗമ്യത. Each and every members in the kingdom of God, you are just like a war horse. You are powerful, but you are controlled by the Holy Spirit. You are controlled by the wisdom of God. You are controlled by the life of Jesus Christ. ഹല്ലേലൂയ. സോ ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. ഓക്കെ, ദുഷ്ടനോട് എതിർക്കരുത്. ദുഷ്ടതയോട് എതിർക്കരുതല്ല, ദുഷ്ടനോട് എതിർക്കരുത്. ഡു നോട്ട് റെസിസ്റ്റ് ദ ഈവിൾ വൺ, റെസിസ്റ്റ് ദ ഈവിൾ. നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കും. എന്താണ് ഇതിന്റെ അർത്ഥം വാസ്തവത്തിൽ? ഐ സേ ടു യു, ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, do not resist the evil person, but whoever slaps you on your right cheek, turn to him the other also. What is the meaning of right cheek? ഈ റൈറ്റ് ഷീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലത്തെ കന്നം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഈ ഒരാളെ അടിക്കുക, മുഖത്ത് അടിക്കുകയാണെങ്കിൽ വലം കൈ കൊണ്ട് അടിക്കുക. സാധാരണ നമുക്കറിയാം, ലോകത്തെ എല്ലാ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ, 99% ആളുകളും വലത്തെ കൈ ഉപയോഗിക്കുന്നവരാണ്. ഇടത്തെ കൈ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ഈ വലത്തെ കൈ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം. ദുഷ്ടനോട് എതിർക്കരുത്. ഡു നോട്ട് റെസിസ്റ്റ് ദ ഈവിൾ പേഴ്സൺ. ഞാൻ അത് മറന്നുപോയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു.
ഈ ഈവിൾ പേഴ്സണോട് റെസിസ്റ്റ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ആന്റിസ്റ്റെനായി എന്നാണ്. ആന്റിസ്റ്റെനായി എന്ന ഗ്രീക്ക് വാക്കിന്റെ അരാമായിക്ക് പദം, ഹീബ്രു അരാമായിക്ക് പദം എന്ന് പറയുന്നത് ല അമോദ് കെനഗഡ് എന്നാണ്. കെനഗഡ്, അത് അങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ, ഞാൻ അതിന്റെ ഹീബ്രു വായിച്ചാൽ. അതിന്റെ അർത്ഥം ടു ടേക്ക്, മീനിങ് ടു ടേക്ക് എ ലീഗൽ ഓർ വയലന്റ് സ്റ്റാൻഡ് എഗൻസ്റ്റ്. ദുഷ്ടനോട് അവനെതിരെ എന്ത് ചെയ്യരുത്? ദുഷ്ടനായ പേഴ്സണോട് ടു ടേക്ക് എ ലീഗൽ ഓർ വയലന്റ് സ്റ്റാൻഡ് എഗൻസ്റ്റ്, അതായത് ഒരു അക്രമപരമായ വയലന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു നിയമപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നീ പോകണ്ട. വല്ലാത്തൊരു കഷ്ടമല്ലേ? കാരണം ജീസസ് ക്രൈസ്റ്റ് ഇത് പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്ന കൾച്ചർ അല്ല. ആദ്യം മനസ്സിലാക്കും. ഭാരതം പോലെയുള്ള ഒരു രാജ്യമല്ല അന്ന് യേശു സംസാരിച്ചിരിക്കുന്ന ഇസ്രായേൽ. അന്ന് ഇസ്രായേലിൽ ഭരണം നടത്തുന്നത് റോമൻ സൈന്യമാണ്, റോമൻ ഭരണാധികാരികളാണ്, റോമിന്റെ അടിമകളാണ്, റോമിന്റെ അധിനിവേശത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. സോ അവിടെ പറയുന്നത് ഡു നോട്ട് റെസിസ്റ്റ് ദ ഈവിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇവനെതിരെ നീ ചുമ്മാതെ ആക്ഷൻ ഒന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ യേശു ഒരിക്കലും പറഞ്ഞില്ല ഡു നോട്ട് നെവർ ഒപ്പോസ് ഈവിൾ. നിങ്ങൾ ദുഷ്ടതയെ എതിർക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ദുഷ്ടതയെ എതിർക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ദുഷ്ടനെ എതിർക്കരുത്. സോ റെസിസ്റ്റിംഗ് ദ ഈവിൾ പേഴ്സൺ ഈസ് ഡിഫറെന്റ് ഫ്രം ഒപ്പോസിംഗ് ദ ഈവിൾ വൺ. ഈവിൾ അതായത് ഈ ഒരാൾ നമ്മളോട് കാണിക്കുന്ന അതേ നിലവാരത്തിൽ നമ്മൾ തിരിച്ച് സെയിം വയലന്റ് വേയിൽ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. യേശു പറഞ്ഞു ദുഷ്ടനോട് എതിർക്കുന്ന വാക്കിനർത്ഥം ഡു നോട്ട് റെസ്പോണ്ട് ഇൻ ദ സെയിം വയലന്റ് ഹോണർ ബേസ്ഡ് വേ. അതായത് ഹോണർ ആൻഡ് ഷെയിം എന്ന് പറയുന്നത് ജൂവിന്റെ ഇടയിലും റോമൻസിന്റെ ഇടയിലുള്ള ഒരു ഒരു കൾച്ചറിലായിരുന്നു. ഒരാൾ മാന്യൻ, മറ്റൊരുത്തൻ ഷെയിമാണ്, ഒരുത്തൻ എന്താ പറയുന്നത് ലജ്ജിക്കപ്പെട്ടവൻ, മറ്റൊരുത്തൻ ആദരിക്കപ്പെട്ടവൻ. ഇങ്ങനെയുള്ള ഈ ലജ്ജയും ബഹുമാനവും തമ്മിലുള്ള ഹോണർ ആൻഡ് ഷെയിം എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. അപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ് ഡു നോട്ട് ഡു ദാറ്റ്, ഡോണ്ട് വയലന്റ്. കാരണം ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ പറയുന്നത് ഡു നോട്ട് അവെഞ്ച് ഓർ ബെയർ എ ഗ്രഡ്ജ്. നിങ്ങൾ ആരോടും എന്ത് ചെയ്യരുത്? പ്രതികാരം ചെയ്യരുത്, എന്നിട്ട് എന്താ പക സൂക്ഷിക്കരുത്. ഇത് കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം യേശുക്രിസ്തു ഇവിടെ വന്നിട്ട് നിങ്ങൾ ദുഷ്ടനോട് എതിർക്കരുത് എന്ന് പറയുമ്പോൾ ചുമ്മാതെ യേശു വെറുതെ പറഞ്ഞില്ല. കാരണം ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 19-18 നമുക്കത് വായിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഐ ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു നമ്മുടെ വലത്തെ ചീട്ട്. ഫസ്റ്റ് സെഞ്ചുറി ജൂയിഷ് കൾച്ചറിൽ, യഹൂദന്മാരുടെ കൾച്ചറിൽ നമുക്കറിയാം വി പീപ്പിൾ, അവിടുത്തെ ജനങ്ങളും അവരുപയോഗിച്ചിരുന്ന വലത്ത് കൈയാണ്, വലത് കൈ. അപ്പൊ നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ വലത് കൈ ഉപയോഗിക്കും, എറിയാൻ വലത് കൈ എടുക്കും, എഴുതാൻ വലത് കൈ എടുക്കും. നമ്മുടെ കരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വലത് കൈയാണ്. അപ്പം റൈറ്റ് ചീക്കിൽ, അല്ലാതെ വലത്തെ കന്നത്ത് ഒരാൾ അടിക്കണമെങ്കിൽ ഒരിക്കലും ആ ആൾക്ക് വലത് കൈ കൊണ്ട് അടിക്കാൻ പറ്റില്ല. പിടികിട്ടിയോ? ഒരു വ്യക്തിയുടെ വലത് ചെകിട്ടത്ത് വലത് കൈ ഉപയോഗിക്കുന്ന മറ്റൊരാൾക്ക് വലത്തെ കൈ കൊണ്ട് അടിക്കാൻ പറ്റില്ല. അത് ആകെ പറ്റുന്നത് വലത്തെ കൈയുടെ ബാക്ക് സൈഡ് കൊണ്ട് അടിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പം നമ്മളിങ്ങനെ അടിക്കാൻ പറ്റും. ഇങ്ങനെ ഈ വലത്തെ കന്നത്തോട്ട് ആ വ്യക്തി തന്റെ വലത് കൈയുടെ ബാക്ക് ഹാൻഡ് സ്ലാപ്പ് എന്ന് പറയും. ഈ പിറത്തെ ഭാഗം കൊണ്ട് അവന്റെ അടിക്കും. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ഫൈറ്റ്. ഇതൊരു അടിയല്ല, നമ്മൾ പറഞ്ഞ ഉപദ്രവമല്ല. ഇറ്റ്സ് നോട്ട് ആൻ അറ്റാക്ക്. അതൊരു യുദ്ധവുമല്ല, അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വയുദ്ധമല്ല, ഒരു മുഷ്ടിയുദ്ധമല്ല, ഒരു അക്രമമല്ല. മറിച്ച് ഇറ്റ് ഈസ് എ ഹ്യൂമിലിയേഷൻ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, അവൻ കീത്താടിക്ക് തട്ടിയിട്ട് പോയി എന്ന് പറയുന്നത്, ഓടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതി ഉണ്ടല്ലോ. നമ്മളിപ്പം ചില ആളുകളെയൊക്കെ വന്നിട്ട്, ഞാൻ പണ്ടൊരിക്കൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഈ ഇച്ചിരി അല്പം മദ്യമൊക്കെ കുടിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഭയങ്കര വഴക്കുണ്ടാക്കി. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടനുണ്ട്, പുള്ളി ഇച്ചിരി കായിക അഭ്യാസമൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് അങ്ങേരുടെ ഈ
അങ്ങ് അടിച്ചില്ല. ഈ ഇടത്തെ ഈ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു തട്ട് കെട്ടിട്ട് പോടാന്ന് പറഞ്ഞു, കയറി പോടാന്ന്. അന്നേരം തന്നെ ഉടുതുണിയും മറുതുണിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് അവന് മനസ്സിൽ അടി വാങ്ങിച്ച് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്ത് അവൻ പോയി. പക്ഷെ യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്ത് ഇയാളെ അടിച്ച്, ഈ വ്യക്തി അടിച്ചതല്ല, അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് പോടാ കയറിപ്പോടാന്ന് അവൻ എടുത്തുകൊണ്ട് ഈ അവന്റെ പൊക്കണോ എല്ലാം എടുത്തുകൊണ്ട് അവനെ ഓടിക്കണം. അപ്പൊ ഇതൊരു യുദ്ധമല്ല. നിന്റെ വലത്തെ ചീട്ടത്ത് അടിക്കുന്ന ഇടത് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അടി വാങ്ങിച്ച് കെട്ടിയിടാന്നല്ല. നിന്റെ വീട്ടിൽ കയറി നിന്റെ സകല മുതലും നശിപ്പിക്കുമ്പോൾ നീ കയ്യും കെട്ടി നിൽക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ഇതൊരു ഹ്യൂമിലിയേഷനാണ്. അതായത് യജമാനന്മാർ തന്റെ ദാസന്മാരുടെ നേരെയും അന്നത്തെ റോമാക്കാർ യഹൂദന്മാരുടെ നേരെയും ഉയർന്ന ആളുകൾ, ഉന്നതന്മാർ തങ്ങൾക്ക് കീഴെയുള്ള താഴ്ന്ന ആളുകളുടെ നേരെയും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. അവരെ നീ ആരുമല്ല, നീ നിസ്സാരനാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ഈ വലത്തെ ചെകിട്ടത്ത് അടിക്കുക എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രൂവൽ. അതുപോലും ദൈവരാജ്യത്തിൽ അനുവദിക്കുന്നില്ല. സോ ഇനി കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വലത്തെ, അതായത് നിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇടതെ ചെകിട് കാണിച്ചു കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വാക്ക് ശ്രദ്ധിച്ചു നോക്കി. എടാ, ഓൾറെഡി അവൻ നിന്റെ വലത്തെ ചീട്ടത്ത് അവന്റെ പുറം കൈ കൊണ്ട് തട്ടി നിന്നെ അപമാനകരമായ നിലയിൽ ഒരു ആംഗ്യം കാണിച്ചു. അതാണ് ഈ ഹ്യൂമിലിയേറ്റ് ചെയ്യുക. അപ്പൊ കർത്താവ് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, അങ്ങനെ അവൻ നിന്നെ അവമാനിച്ചു വിട്ട് വലിയ പുള്ളി കളിച്ചേക്കുമല്ലേ, പുള്ളി സുപ്പീരിയർ അല്ലേ, ചുമ്മാ നീ നിന്റെ ഇടത്തും കൂടെ ഭാഗം കൂടെ അങ്ങ് കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഈ ഇടത്തെ കവിള് കാട്ടിക്കൊടുത്താൽ സംഭവിക്കേണ്ട കാര്യം എന്താണ്? അയാൾക്ക് പിന്നെ ഈ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അടിക്കാൻ പറ്റത്തില്ല. അതായത് തരം താഴ്ത്താൻ പറ്റത്തില്ല, അപമാനിക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ വലത്തെ, ഞാൻ ഈ പറഞ്ഞ വലത് ഇടത്തൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ വലത്തെ കന്നത്ത് എൻ്റെ വലത് കൈവച്ച് അടിക്കാൻ പറ്റില്ല. ഞാൻ അടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടത്തെ കന്നത്തെ പറ്റത്തുള്ളൂ. ഇടത്തെ കന്നത്ത് അടിക്കാതെ ഇയാൾ എന്ത് ചെയ്തു? എൻ്റെ വലത്തെ കന്നത്ത് തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപമാനിച്ചെന്നർത്ഥം. എന്നെ അപമാനിച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്ത് വലിയ ആളായിട്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് യേശു പഠിപ്പിച്ച്, മക്കളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ കന്നം ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം. ഈ ഇടത്തെ കന്നം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപമാനിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഈ ഞാനിപ്പോ ഒരു ബൊമ്മയെ കൊണ്ട് നിർത്തി ഇപ്പൊ കാണിക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ബാക്ക് ഹാൻഡഡ് സ്ലാപ്പ് എന്ന് പറയുന്നത് ഹ്യൂമിലിയേഷൻ ആണ്, അല്ലാതെ അറ്റാക്ക് അല്ല, ഉപദ്രവമല്ല. അയാള് വെറും നിസാരൻ എന്ന് പറയുന്നേ. അപ്പൊ കർത്താവ് പറഞ്ഞ നിന്നെ നിസാരം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുഖത്തൊരുത്തം തട്ടിക്കഴിഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് നീ കറക്റ്റായിട്ട് ഇടത്തെ കന്നം ഒന്ന് കാണിച്ചു കൊടുത്തേര്, എന്നാ അടിക്കലാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം അയാൾക്ക് തൻ്റെ വലത്തെ കൈയുടെ ബാക്ക് ഭാഗം കൊണ്ട് നിന്റെ ഇടത്തെ കന്നത്തെ സ്ലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ ഈ തട്ടിയ ആള് അഗ്രസീവായിട്ട് വന്ന ഈ മനുഷ്യൻ ഒന്നുകിൽ അയാൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കൈയുടെ ഓപ്പൺ പാം കൊണ്ട് നിന്റെ മുഖത്തടിക്കണം. അങ്ങനെ അടിച്ചാൽ അങ്ങേരും നീയും ഈക്വൽ സ്റ്റാറ്റസ് ആവും. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ എൻ്റെ വലത് കൈ കൊണ്ട് അവൻ്റെ കർണത്തെ ഞാൻ അടിക്കുമ്പോൾ ഞാനും അയാളുടെ ഈക്വൽ ആയതുകൊണ്ട് അടിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ആളുകളെ അടിക്കത്തില്ല, നിസാരന്മാരെ അടിക്കത്തില്ല. നിസാരന്മാരിങ്ങനെ പുറം കൈ കൊണ്ട് തട്ടിവിടത്തുള്ളൂ. ഈ പുറം കൈ കൊണ്ട് നിന്നെ തട്ടിവിടുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ, അവന്റെ മുമ്പിൽ പോയി നിന്റെ ഇടത്തെ ചെകിടോടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവന് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യം, അവൻ തന്റെ ഓപ്പൺ കൈ കൊണ്ട് നിന്നെ അടിക്കുമ്പോൾ നീയും അവനും ഈക്വൽ സ്റ്റാറ്റസ് ആവും. കമോൺ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. രണ്ടാമത്തത്, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇറ്റ് ഈസ് അദ്ദേഹത്തിന് എന്താ, അത് ഇറ്റ്സ് ആൻ അസൾട്ട്. അദ്ദേഹത്തിന് അതൊരു നാണക്കേടായി മാറും.
ഷി, ഞാൻ നിസാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് പുറം കൈ കൊണ്ട് തട്ടി വിട്ടവൻ നാണ്ടടാ എന്റെ ഫ്രണ്ടിൽ വന്നതുകൊണ്ട് അവന്റെ ഇടത്തെ ചെകിട് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ, ഈ വീരവാദം മുഴക്കി വലിയ ആളാന്ന് പറഞ്ഞ ആള് വെറും നാണക്കേടായിട്ട് മാറുക. ഒന്നുകിൽ എന്ത് ചെയ്യും, അവൻ കൈവച്ച് കൂത്തണ്ടി വരും നമ്മളെ. അത് ലീഗലി പ്രോബ്ലം ആവും. കാരണം അന്ന് റോമൻ ഭരിക്കുമ്പോൾ തന്നെ ആരായാലും ലീഗലി പ്രോബ്ലം ആണ്. അങ്ങനെ ഒരാളെ അസൾട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇടത്തെ ചെകിട് കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നിനക്കെതിരെ വന്ന് നിൽക്കുന്ന ആളിനെ നീ എന്ത് ചെയ്യുക? നിന്റെ സുപ്രീം, നീ കിങ്ഡം ഓഫ് ഗോഡിന്റെ സിറ്റിസനാണ്. നീ ആ സുപ്പീരിയർ ആളിനെ നിസാരനാക്കി മാറ്റും. അതേ അദ്ദേഹം അടിക്കുന്നെങ്കിൽ അത് ലീഗൽ പ്രോബ്ലം ആവും. അദ്ദേഹം നിന്നെ കുത്തിയാൽ, മുഷ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് അത് ലീഗൽ പ്രോബ്ലം ആവും. ബിക്കോസ് റോം ഈസ് റൂളിംഗ് ദർ. ഈവൻ ദ റോം cannot do that. അവർക്ക് പോലും അത് ചെയ്യാൻ പറ്റത്തില്ല. സോ ജീസസ് ക്രൈസ്റ്റ് തന്റെ അപ്പോസ്തലന്മാർക്ക്, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് ജയിക്കേണ്ടത്. അല്ലാതെ നിന്നെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുക, അടി കൊണ്ടുകൊണ്ട് നിൽക്കുക, അയ്യോ കർത്താവേ, അയ്യോ പൊത്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല. ദിസ് ഇസ് ഗോഡ്ലി കിങ്ഡം പ്രിൻസിപ്പിൾസ്. സത്യം പറഞ്ഞാൽ എന്താ അറിയാമോ? നിന്റെ പുറകെ കൊണ്ട് തട്ടിയവൻ നീ ഇടത്തെ ചെകിട് കാണിച്ചു പോകും. അവൻ നാറി എന്ന് പറയാം, നമ്മുടെ നാട്ടുഭാഷ പറയുന്നത്. അവന്റെ കാറ്റ് പോയി. ഇനി അവൻ ആകെപ്പാടെ ഒന്നും നിന്നെ അടിക്കണം. അടിച്ചാൽ നീ അവൻ ഈക്വലായി. അല്ലെങ്കിലോ നിന്നെ ഇടിക്കണം. അത് ലീഗലി പ്രോബ്ലം ആവും. അല്ല എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അയ്യോ സോറി പറഞ്ഞു പോണ്ടി വരും. സോ ഇവിടെ എന്താ സംഭവിച്ചത്? നിന്നെ അസോൾട്ട് ചെയ്യാൻ വന്ന, നിന്നെ ഉപദ്രവിക്കാൻ വന്ന, നിന്നെ അപമാനിക്കാൻ വന്ന ഒരാള് നിന്റെ മുമ്പിൽ ഇളിഫ്യനായി മാറുകയാണ്. ദിസ് ഈസ് ദ ഹെവൻലി പ്രിൻസിപ്പിൾസ്. ദിസ് ദ കിങ്ഡം പ്രിൻസിപ്പിൾസ്. യു മസ്റ്റ് നോ ദാറ്റ്. അല്ലാതെ നിങ്ങളും ഞാനും മനുഷ്യന്മാർ കാണിക്കുന്ന എല്ലാ ഫിസിക്കൽ അറ്റാക്കും അനുഭവിച്ച് അടിയും ഇടിയും വാങ്ങിച്ചു കെട്ടി, നോ, അതിനുള്ള കാലം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നോ? നിർത്ത്. നീ അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണ്ട. നീ അതിനെന്ത് ക്രിസ്ത്യാനിത കാണിച്ചൂടെ? ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കാര്യം വേറെയാണ്. അപ്പൊ ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒന്നും സാരം നമ്മൾ തിരിച്ച് ഞന്മാരെ പോയി തള്ളണമെന്നല്ല കേട്ടോ. ഇത് കിങ്ഡം ഓഫ് ഗോഡിൽ ദൈവമക്കൾ അറിയേണ്ടതായ ഹെവൻലി, എന്ത് പറയുന്നത്, ഇതാണ് ഹെവൻലി വിസ്ഡത്തിൽ, ഹെവൻലി പ്രിൻസിപ്പിൾസ്. യു മസ്റ്റ് നോ ദാറ്റ്. കാരണം ഉപദ്രവിക്കാനോ തിരിച്ചടിക്കാനോ ഒന്നും വേദവസ്വം നമ്മളെ പഠിപ്പിക്കുന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇവര് ഇത് ചെയ്തു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ he will be ashamed. സത്യത്തിൽ കർത്താവ് പഠിപ്പിച്ചത് നിഷ്ക്രിയത്വമല്ല, ബട്ട് നോൺ വയലന്റ് റെസിസ്റ്റൻസ്. അക്രമ അസക്തമല്ലാത്ത പ്രതിരോധം. എല്ലാ ദൈവമക്കളും പഠിക്കണം. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് പാമ്പിന്റെ ബുദ്ധിയും പ്രാവിന്റെ നിഷ്കളങ്കത വേണ്ടത്. പാമ്പിന്റെ നിഷ്കളങ്കതയല്ല കേട്ടോ, പാമ്പിന്റെ ബുദ്ധി, പ്രാവിന്റെ നിഷ്കളങ്കതയും വേണം. ഇത് വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഒരു ദൈവദാസനും തെരുവിൽ നിന്ന് അനാവശ്യമായിട്ട് അടി വാങ്ങേണ്ട ആവശ്യമില്ലെന്നേ. കാരണം നിങ്ങളും ഞാനും ജീവിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഇസ്രായേൽ മക്കൾ ജീവിച്ച പോലല്ല. പരമാധികാരമുള്ള, സ്വാതന്ത്ര്യമുള്ള ഭാരതം എന്ന രാജ്യത്തിന്റെ പൗരന്മാരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇവിടുത്തെ നിയമം നിങ്ങൾക്ക് അനുകൂലമായാലും ഇല്ലെങ്കിലും we are honoring the nations, honoring the laws of the nations, but we are God's children. That's our identity. God's children എന്ന് പറഞ്ഞാൽ വെറും ഒന്നിനും കൊള്ളാത്ത തേർഡ്, എന്താ പറയുന്നത്, എങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റായി പോകുന്ന എനിക്കറിയത്തില്ല, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, ആർക്കും വേണ്ടാത്തൊരു സിറ്റിസൺ അല്ല. ഇന്ത്യയിലെ 140 കോടി ജനത്തിന് നടുവിലെ
You are the supreme citizen. Christians are. Christians are the supreme citizen in the nations of India. കാരണം ഞാൻ ഇത്രയും സത്യം പറഞ്ഞ വളരെ I'm not ferocious in the flesh, but I'm ferocious in the spirit, because I was really hurted by all this nonsense is going on in India. I'm praying to God, Lord, നമ്മുടെ മക്കൾ എല്ലാവരും സൂക്ഷിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, യേശു കർത്താവ് പറഞ്ഞ പോലെ, നിങ്ങളുടെ തലയിലെ ഒരു രോമം താഴെ വീണെങ്കിൽ നിങ്ങളുടെ പിതാവ് അറിയില്ല. That much God is caring us. That much we are precious. അവരൊരു പക്ഷേ ആദിവാസിയിലായിരിക്കും, അല്ലെങ്കിൽ ദളിതരായിരിക്കും, എന്തെങ്കിലും ഗ്രാമത്തിൽ whatever it may be, no problem. If that person is a human being, that person is worshiping Jesus, they are our brothers. സോ ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കുന്നവരെ ഇത് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുക. സോ മറന്നു പോകരുത്, നിങ്ങളുടെ വലത് കനതടിക്കുമ്പോൾ ഇടത് കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ അർത്ഥം, ഇനിയിപ്പം ഞാനിത് കേട്ടെന്ന് വെച്ചോണ്ടാണ് ജോൺ ബ്രദർ പറഞ്ഞു വലത്തെ കന്നം കാണിച്ചു കൊടുത്ത് അടിച്ചാൽ, അടിയല്ല ഇത് അടിയുടെ കാര്യമല്ല, ഇത് ഉപദ്രവത്തിന്റെ കാര്യമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബൈബിൾ പറഞ്ഞു, ബൈബിളിൽ 1-ാമത്തെ നൂറ്റാണ്ടിലെ ഉപദ്രവത്തിന് നമ്മൾ ഇന്ന് കാണുന്ന ഉപദ്രവവുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ ഉപദ്രവം എന്താണെന്ന് നമുക്ക് മറ്റൊരു ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാനിത് യേശു എടുത്തത് ഈ വാക്കുകൾ എടുത്തത് നിശ്ചയമായിട്ടും ഇതിന്റെ ആശയങ്ങൾ എടുത്തത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഈ ഒരുത്തൻ തമ്മിൽ ശണ്ട കൂടുന്നതിനെ കുറിച്ചും വഴക്കിടുന്നതിനെ കുറിച്ചും മടിക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യം കാണാൻ പറ്റും. ഫിസിക്കൽ ഇഞ്ചുറി എന്ന് പറയുന്നത് ലീഗൽ കോൺസിക്വൻസ് കൊണ്ടുവരുമെന്ന് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തനെ മുഖത്ത് അടിക്കുന്നത് പണിഷബിൾ ആണ്, ഉപദ്രവിക്കാൻ പാടില്ല. ഓപ്പൺ ഹാൻഡഡ് സ്ട്രൈക്ക് ഇംപ്ലൈസ് ഇക്വാലിറ്റി, അതും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വാണ്ട് ടു ടേക്ക് ദാറ്റ് വേർഡ്സ്, ജസ്റ്റ് ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുക. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, 18-ാം വാക്യം 21-18 മുതൽ. മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റൊരുത്തനെ കല്ലുകൊണ്ടും മുഷ്ടി കൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത്. എങ്കിലും അവനെ മെനക്കേടിന് വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിക്കണം. അതായത് ഒരുത്തൻ തല്ലി, അവന് ഉപദ്രവമായി, അവൻ എഴുന്നേറ്റു നടക്കുന്നു, അവനെ ശിക്ഷിക്കണ്ട, കുത്തിയവനെ ശിക്ഷിക്കണ്ട. അവന് കൊടുത്ത മറുപടി എന്താ? നീ പോയിട്ട് നിന്റെ കാശ് കൊടുത്ത് അവനെ ചികിത്സിക്കാൻ പറയും. ഇവൻ വലിയ ആള് കളിച്ചിട്ട് തല്ലിയതാ, പക്ഷെ അവസാനം എന്ത് ചെയ്തു? ഓരോ ആ ഉപദ്രവത്തിലും ഇവൻ അവനെ ചികിത്സിക്കേണ്ടി വരും. ആലോചിച്ച് നോക്കിയേ. അപ്പം ദൈവം എന്ത് ചെയ്ത? ആ സ്ലാപ്പിങ്ങിനകത്ത്, നിങ്ങൾ താഴോട്ട് 27 വരെ വായിക്കണം, അതിനകത്ത് ദൈവം ഇക്വാലിറ്റി ഇടുക. ഒരുത്തന്റെ മുഖത്ത് ഓപ്പൺ ആയിട്ട് ഉപദ്രവിച്ചാൽ ആ വ്യക്തി എന്ത് ചെയ്യണം? ഈക്വൽ ആകുക. ഓക്കെ, കാരണം ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും പുതിയൊരു ഉപദേശം കൊണ്ടുവന്നൊന്നല്ല കേട്ടോ. ജീസസ് took these all things from Torah, Book of Exodus chapter 21. സോ ദൈവം പറയാണ്, നിങ്ങൾ ഇൻജസ്റ്റിസിന് എക്സ്പോസ് ചെയ്യണം. ഹൗ ടു എക്സ്പോസ് ഇൻജസ്റ്റിസ് വിതൗട്ട് മിററിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വയലന്റ് ചെയ്യാതെ, നിങ്ങൾ നോൺ വയലൻസ് ആയിരുന്നുകൊണ്ട് ഇൻജസ്റ്റിസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പോസ് ചെയ്യണം. സോ ഞാൻ അടുത്ത ഭാഗത്തേക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾക്കറിയാം, ഈ റോമൻ കൾച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ ഹാവ് നോ ടൈം. മാത്യു ചാപ്റ്റർ 5:29 യേശു 39 യേശു പറയുന്ന 3 കാര്യമാണ്. ടേൺ യുവർ ചീക്ക്, നിന്റെ വലത് ഭാഗത്ത് നിന്റെ ഇടത്തെ കനം കാട്ടിക്കൊടുക്കാൻ. നമ്പർ 2, ഗിവിങ് ദ ക്ലോത്ത്, നിന്റെ വസ്ത്രം എടുക്കാൻ, പുതപ്പെടുപ്പാൻ ആഗ്രഹിക്കുന്നവന് വസ്ത്രം വിട്ടുകൊടുക്കുക. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്? ആലോചിച്ച് നോക്കി. ഭയങ്കര മിടുക്കം കളിച്ചിട്ട് ഒരുത്തം വന്നിട്ട് എൻ്റെ ഞാൻ എൻ്റെ പുറത്ത് കിടക്കുന്ന പുതപ്പ് അങ്ങോട്ട് എടുക്കുക, മിടുക്ക് കളിച്ചെടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദർ സ്റ്റോപ്പ് ദെയർ, ഞാൻ എൻ്റെ ഉടുപ്പും കൂടെ ഊരിയാൻ കൊടുത്തു. ആരാ തോറ്റെ? ഞാൻ കരുത്തനാണ്, ഞാൻ സുപ്പീരിയർ ആണ്, ഐ ഹാവ് ബോൾഡ്നെസ്, ഐ ഹാവ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നയാള്
ഇപ്പോ പുതപ്പെടുത്തു എന്ന ഗമയിൽ നിൽക്കുമ്പോഴാണ് ഉടുപ്പ് ഊരി കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്തു ശിഷ്യന്റെ മുമ്പിൽ ഇമാതിരി ഉള്ള ആളുകൾ ഈളിഫ്യരായി മാറുക, ഈളിഫ്യരായി മാറുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്റെ പേഴ്സ് ഒരുത്തന എന്റെ മൊബൈൽ അല്ലെങ്കിൽ എന്റെ പേഴ്സ് അടിച്ചു മാറ്റാൻ എന്നെ ബലാത്കാരണം എന്നെ ഉപദ്രവിച്ചിട്ട് എന്റെ പേഴ്സ് എടുത്തോണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ സ്റ്റോപ്പ് ചെയ്യാൻ, ഒരു കാര്യം ചെയ്യും, എന്റെ മൊബൈലൂടെ അങ്ങ് കൊണ്ടുപോക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ അവന്റെ അവസ്ഥ പറ. ഇവിടെ ആരാ തോറ്റത്, ആരാ ജയിച്ചത്? വയലൻസിൽ വന്ന് പുതപ്പെടുത്തവൻ നോൺ വയലൻസ് ആക്ഷൻ കൊണ്ട് പരാജയപ്പെട്ടു പോയി. അതിന്റെ അർത്ഥം വീട്ടിൽ വന്നിട്ട് മൂത്ത കൊച്ചിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇളയ കൊച്ചിനെ വിട്ടുകൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ചൈൽഡ് ഓഫ് ഗോഡ്. എന്തായാലും ഉടുപ്പും പുതപ്പും എന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ വലുതൊന്നുമല്ല. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവനേക്കാൾ വലുതല്ല ഉടുപ്പെന്ന്. ഒട്ടന്നേ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ നോൺ വയലൻസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആക്ഷൻസ് against injustice that will make these people ashamed of their aggression. അവരുടെ ജീവിതത്തിൽ ഉള്ള അക്രമത്തെ പരാജയപ്പെടുത്തും. മറന്നുപോകരുത്. ഈ ക്രിസ്തുമസിന്റെ നാളിൽ ക്രിസ്ത്യാനികൾ അറ്റ്ലീസ്റ്റ് ഒരു ഹെവൻലി വിസ്ഡത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കർത്താവ് പറഞ്ഞു, ഒരുവൻ നിന്നോട് 1 മൈൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അവന്റെ കൂടെ 2 മൈൽ പോകണം. ഞാനത് വായിച്ചു കഴിഞ്ഞ ദിവസം അതിൻ്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കിയപ്പോൾ കർത്താവേ, ഐ വാസ് റിയലി അമൈസ്ഡ്. ഒരുത്തൻ നിന്നെ 1 നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകും. എന്തോ എൻ്റെ അർത്ഥം? ഈ 1 നാഴിക നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പൊ ഒരുത്തൻ പറയാ, നീ വാ നിർബന്ധത്തിൽ വിളിക്കുക, കം, നീ നിർബന്ധി വന്നേ പറ്റൂ. 1 നാഴിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 മൈൽ മീൻസ് ഒരു 1.4 സംതിങ് മീറ്റർ, അതായത് 1.5 കിലോമീറ്റർ അടുത്ത. ഈ 1.5 കിലോമീറ്റർ എന്നെ വിളിച്ചുകൊണ്ടിരുത്താൻ പോവുക. ഞാൻ അവന്റെ കൂടെ നിർബന്ധപൂലം പോവും. കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീയെ 2 മൈൽ അങ്ങ് പൊക്കോളാൻ പറ. അപ്പൊ ഈ 2 മൈൽ പോവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ റോമൻ നിയമം അനുസരിച്ച് ദർ ഇസ് എ ലോ. അപ്പൊ ഞാൻ പറയുമ്പം യേശുക്രിസ്തു സംസാരിക്കുന്ന കാലം എന്ന് പറയുന്നത് റോമൻസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേലിനെ ആധിപത്യം നടത്തുന്ന അല്ലെങ്കിൽ റോമിന് കരം കൊടുത്തിട്ട് ഇവിടെ ഹെരോദാവ് ഭരിക്കുന്ന കാലം. അപ്പം റോമിന്റെ അധീനതയിലാണ്. ഇപ്പൊ റോമൻ സോൾജിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഇവരുടെ ഈ ആയുധങ്ങളും ഇവരുടെ യുദ്ധത്തിന്റെ ഉപകരണങ്ങളും മറ്റു പല കാരണങ്ങളും ഇതെല്ലാം കൂടെ ഈ പൊക്കണമെല്ലാം എടുത്തുകൊണ്ട് ഈ ജൂവിനെ, ഒരു യഹൂദനായ സിവിലിയനെ കണ്ടാൽ അവനെ കമ്പൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? മിലിറ്ററി ലോ അനുസരിച്ച് ഇവനെ കമ്പൽ ചെയ്തിട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ ചുമപ്പിക്കും. ഇതിന്റെ വേറൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടിട്ടില്ലേ? യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പം ഈ കുറേനക്കാരനായ ശീമോന്റെ തോളിൽ കുരിശെടുത്ത് വെച്ചു കൊടുത്തില്ലേ? ഇതിന്റെ ഒരു റെപ്ലിക്കയാണ്, ഒരു മിററിംഗ് ആണ്. അപ്പം ഇവിടുത്തെ മിലിറ്ററി ലോ അനുസരിച്ച് റോമൻ സോൾജിയറിന് ലീഗലി അവർക്ക് അന്നത്തെ ഒരു ലീഗൽ നിയമം അവിടുത്തെ കമ്പൽ ചെയ്യാൻ പറ്റും. 1 മൈൽ ഒരു സിവിലിയനെ വിളിച്ച് നീ വാ 1 മൈൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നോർമലാണ്, അത് ലീഗൽ, ഇറ്റ്സ് നോട്ട് ഇല്ലീഗൽ. കാരണം പ്രത്യേകിച്ച് റോമാക്കാർ കീഴടക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പം ഒരു മിലിറ്ററിയുടെ എക്യുപ്മെന്റ്സ് ഒരു സിവിലിയന്റെ തോളിൽ വെച്ചിട്ട് ഒരു സോൾജിയറിന് 1 മൈൽ കൊണ്ടുപോകാനുള്ളത് ലീഗലാണ്. ആക്ച്വലി ദാറ്റ് വാസ് നോട്ട് എ ഫേവർ, ബട്ട് ഇറ്റ് ഇസ് ഒരു ഇമ്പീരിയൽ ആയിട്ടുള്ള ഡൊമിനേഷനാണ്. അത് ഭരിക്കുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന റോമാക്കാരുടെ ഒരു പരമാധികാരത്തിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കും. പക്ഷെ യഹൂദന്മാർ ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. യഹൂദന്മാർക്ക് ഇതൊന്നും താല്പര്യമില്ല. കാരണം ഇത് കൊണ്ടുപോകാത്തതിന്റെ കാരണം എന്നറിയാമോ?
ഇതിനകത്ത് ഈ പാഗൻ സിംബൽസ് ഉണ്ട്. ഇവന്മാർ ഈ യഹൂദന്മാരായ യഹോവയ അല്ല ദൈവത്തെ അല്ലാതെ വേറൊരാളെ ആരാധിക്കത്തില്ല. അപ്പൊ ഇവരുടെ ഈ റോമൻ ആർമിക്കകത്ത് അവരുടെ ദേവന്മാരുടെ രൂപങ്ങളും അതിന്റെ ചിത്രങ്ങളും അതിന്റെ അടയാളങ്ങളും ഇമേജും ഒക്കെ ഉള്ളത് കൊണ്ട് അവരൊരിക്കലും ഈ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ യേശു ക്രിസ്തു പറയുകയാണ്, അപ്പൊ ഇത് കൊണ്ടുപോയി കഴിയുമ്പോഴെന്ന് പറയുമ്പോൾ പബ്ലിക്കലി അവര് ഇവർക്ക് അടിമകളായി പോയി എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് കൊണ്ട് യഹൂദന്മാരായ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ജെന്റൈൽസിന്റെ ഇതുപോലുള്ള മിലിറ്ററി ഗിയറുകൾ കൊണ്ടുപോകാനുള്ളത് ചെയ്യാറില്ല. അത് അവർക്കത് ഇഷ്ടമല്ല. കാരണം അത് അന്യദേവന്റെ ഒന്നും അവർ തൊടത്തില്ല. പക്ഷെ നിർബന്ധത്താൽ എന്ത് ചെയ്തു, ഇവർ ഇതിന്റെ അധീനതയിലായതുകൊണ്ട് റോമൻ സൈന്യത്തിലെ അധിപനായ അല്ലെങ്കിൽ സൈന്യാധിപരാരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾജിയർ ഒരു സിവിലിനോട് പറയുക എടുത്തുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞാൽ പോയേ പറ്റത്തും. അതായത് 1 മൈൽ ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ലീഗലുമാണ്. അപ്പൊ റോമൻ ലോ അലോ ചെയ്യുന്നുണ്ട് എന്താ, ഓൺലി 1 മൈൽ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് യേശു ക്രിസ്തു നല്ലപോലെ അറിയാം. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഗോ 2 മൈൽസ്. നിങ്ങളൊന്ന് ആ പശ്ചാത്തലം ചിന്തിച്ചു നോക്കി. റോമാക്കാർ നിയമം വെച്ചേക്കുന്ന ഒരു സോൾജിയറിന് ഒരു സിവിലിനെ കൊണ്ട് 1 മൈൽ നടത്തിക്കുന്ന ലീഗലാണ്. അടുത്ത ഒരു സ്റ്റെപ്പ് പോലും വിപ്പിക്കാൻ പാടില്ല, അത് നിയമമാണ്. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, 2 മൈൽ പോക്കോളാം. എന്റെ അർത്ഥം എന്താ, ടേക്ക് ദെയർ ലോ, അവരുടെ നിയമം നീ ഇങ്ങെടുത്തേ, എന്നിട്ട് ടേൺ ഇറ്റ് അപ്സൈഡ് ഡൗൺ, തിരിക്കടാന്ന് പറഞ്ഞു. അവന്റെ നിയമം നീ എടുത്തിട്ട് നീ അങ്ങ് തിരിക്കുന്നു. അവർക്ക് 1 മൈലാണ് ലിമിറ്റ്, അതിനപ്പുറത്ത് പോകാൻ അവർക്ക് അനുവാദമില്ല. അപ്പുറത്ത് അവർ പോയാൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ. So you take that law and turn it out upside down. Turn it down. തിരിച്ചിട്. അതിന്റെ അർത്ഥം എന്തുവാ, 2 മൈൽ പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിയോണ്ട് ദ ലീഗൽ ലിമിറ്റ്. പട്ടാളക്കാരൻ പെട്ടു. ലീഗൽ ലിമിറ്റ് അനുസരിച്ച് 1 മൈലേ ഉള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിന് ശിഷ്യൻ പറഞ്ഞു, അവസാനം ആരുടെ പുറകെ നടക്കുക? ഇത്രയും നേരം 1 മൈൽ വരെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്റെ നിയന്ത്രണം ഈ സോൾജിയറിനായിരുന്നെങ്കിൽ ഇനി അടുത്ത ഓരോ സ്റ്റെപ്പും the soldier loses his control. The power dynamic shifts from the soldiers to the disciple of Jesus Christ. 100% he'll be nervous, അല്ലേ? ആലോചിച്ച് നോക്കി. കാരണം നമ്മൾ ഈ സാധാരണ ആൾ നടക്കുന്ന പോലെ അല്ല. റോമൻസിന്റെ ഇടയിലുള്ള നിയമങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 1 മൈലിൽ കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ പെട്ടതാരായി, സോൾജിയർ പെട്ടു. അപ്പൊ യേശു ക്രിസ്തു എന്തോ പഠിപ്പിച്ചത്, 1 മൈൽ വിളിച്ചാൽ 2 മൈൽ പോയി. അതിന്റെ അർത്ഥം 1 മൈൽ വരെ അവർക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അടുത്ത അങ്ങോട്ട് നീയാണ് അവരെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഗോഡ്സ് വേ. ദിസ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദിസ് ഈസ് ദ വിസ്ഡം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇതൊന്നും അപഹരിക്കപ്പെടുന്നു, കൊടുത്തു കളയുക, ആരെങ്കിലും മോട്ടിക്കാൻ വന്ന വിട്ടുകൊടുക്കുക, ആരെങ്കിലും തല്ലാൻ വന്നാൽ നിന്ന് അടികൊള്ളുക, ഇതൊന്നുമല്ല. നിന്റെ വലതെ തടിക്കുന്നവന് ഇടത് കാട്ടിക്കൊടുക്കുക എന്ന് പണ്ട് മഹാത്മാഗാന്ധിയൊക്കെ ഈ വാക്ക് ഉരുവായിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് അടി കൊണ്ടതാ. മഹാത്മാഗാന്ധി അടി കൊണ്ടതും യേശു ക്രിസ്തു പറഞ്ഞുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം സിറ്റിസൺ. You are the kingdom citizens. സോ അതുകൊണ്ട് ഞാൻ ഇത്തരം പറഞ്ഞതിന്റെ വാക്കുകൾക്കൊരു അവസാനം വരാം. അതായത് ദൈവം പറയുന്നൊരു പ്രധാന വിഷയം, ദിസ് ഇസ് എ കവനന്റ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഒരു കവനന്റാണ്. തന്റെ ശിഷ്യന്മാരെ ഒരുക്കുകയാണ്. ഒരു പാസീവായിട്ടുള്ള നിഷ്ക്രിയമായിട്ടുള്ള ഒരു ഹ്യൂമിലിയേഷനിലേക്ക് പോകാതെ ഒരു ക്രിയേറ്റീവായിട്ട്
പ്രോഗ്രസീവായിട്ട്. റിറ്റാലിയേഷൻ ചെയ്യല്ല, പകരത്തിന് പകരം ചെയ്യല്ല, വളരെ വൈസായി, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളതയുള്ളവരായി ദൈവമക്കൾ മാറേണ്ടതിന് കർത്താവിടെ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. എനിക്കൊന്ന് കുറച്ച് സമയമായെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉപദ്രവിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന എല്ലാ തീവ്രവാദവും, എല്ലാ അക്രമവും, എല്ലാ ഇരുളിന്റെ വാഴ്ചകളും കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിച്ചത്തിന് മുമ്പിൽ തോൽക്കട്ടെ. വെളിച്ചം വരുമ്പോൾ ഇരുൾ അപ്രത്യക്ഷമാകും. നമുക്കും അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സഹോദരവർഗങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. സന്തോഷമില്ലാത്ത, സങ്കടങ്ങളുള്ള, ഒത്തിരി വേദനകളുള്ള ഒരു എന്ത് പറയുന്നത് ക്രിസ്തുമസ് ആണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ പോകുന്നത്. കാരണം യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളെ വഴിയിൽ വെച്ച് ഒരാൾ തള്ളുന്നത് കാണുമ്പോൾ, ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളുടെ പുറത്തൊരുത്തൻ അടിക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ട്. നമുക്ക് സന്തോഷിക്കാം, ക്രിസ്തുവിൽ സന്തോഷിക്കാം. ബട്ട് ക്യാൻ പ്രേ, ബി വൈസ്. നിങ്ങളുടെ വലത്തെ കനത്താലോ അടിച്ചാൽ ഇടത് കാട്ടിക്കൊടുക്കുക. പുതപ്പെടുക്കാൻ വന്ന ഉടുപ്പും കൂടെ കൊടുക്കുക. 1 മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെട്ടാൽ 2 മൈൽ ദൂരം നടക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നടക്കുന്നു, ആരെയും തല്ലാനല്ല. ബി വൈസ്. യു ആർ നോട്ട് ഫൂൾ, യു ആർ നോട്ട് ഇൻഫീരിയർ, യു ആർ നോട്ട് ഹ്യൂമിലിയേറ്റഡ് പോർഷൻ. You are the citizen of the heavenly kingdom. You are the sons of the powerful God, the creator of this entire universe. You are the child of God. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ദൈവവചന സത്യവുമായിട്ട് കാണാം. അതുവരെയും ദൈവം നിങ്ങളെ കൃപയിൽ മറക്കട്ടെ. ആമേൻ. താങ്ക് യു.